ദൃശ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ദൃശ്യം 3യുടെ 30 ദിവസം കൊണ്ട് തിയേറ്ററിലൊക്കെ പോസ്റ്റർ വന്നു എന്നാണ് പറയുന്നത്. പോസ്റ്ററായിട്ട് ഇപ്പൊ ഒരുപാട് പേജിൽ വരുന്നുണ്ട്. 30 ദിവസം കൊണ്ട് 330 കോടി. അതിന്റെ തൊട്ട് താഴെ വളരെ ചെറിയ ലൈനിൽ എഴുതിയിട്ടുണ്ട് ടോട്ടൽ വേൾഡ് വൈഡ് ബിസിനസ് ഉൾപ്പെടെ എന്നുള്ളതാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ബിസിനസ് ഉൾപ്പെടെയാണ് 330 കോടി. പക്ഷെ ഒരു സാധാരണപ്പെട്ട ഒരാള് നോക്കുമ്പോൾ 30 ദിവസം കൊണ്ട് 330 കോടി രൂപ അയ്യോ എന്ന് വിചാരിക്കും. ഗംഭീര കളക്ഷനാണ്, മോശം കളക്ഷൻ ഒന്നും അല്ല. ഹൃദയപൂർവ്വമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 75 കോടി കിട്ടി. ടോട്ടൽ ബിസിനസ് എല്ലാം കൂട്ടി 100 കോടി. ഇങ്ങനെയുള്ളൊരു ഇതൊന്ന്. ഈ ഒരു പ്രവണത ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർ ശ്രമിക്കുക. കാരണം പരമാവധി തിയേറ്ററിലുള്ള കളക്ഷൻ ആയിരിക്കണം നമ്മൾ ഈ പോസ്റ്റ് കൊടുക്കണം. ഇതൊന്നും മോശം കളക്ഷൻ അല്ലല്ലോ. ഇപ്പൊ ഹൃദയപൂർവ്വത്തിന് കിട്ടിയ 75 കോടി ആയാലും ഇതിന് കിട്ടിയ 240 കോടി ആണെങ്കിലും ദൃശ്യത്തിന് കിട്ടിയത് ഫ്രാഞ്ചൈസിന് കിട്ടിയ ഏറ്റവും ഗംഭീര കളക്ഷനാണ്. ഒരു മിക്സഡ് റിവ്യൂവിലാണ് 240 കോടി കളക്ഷൻ കിട്ടുമെന്ന് പറയുന്നത് അതൊരു ഒരു നടന്റെ സ്റ്റാർഡം തന്നെയാണ്. ആ ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ ഗുണം ആ സ്റ്റാർഡും കൊണ്ടാണ്. പിന്നെ നമ്മൾ തിയേറ്ററിക്കൽ കളക്ഷനും ബാക്കിയുള്ള എല്ലാ സാറ്റലൈറ്റിന്റെയും OTTയുടെയും വേൾഡ് വൈഡ് ബിസിനസ്സും എല്ലാം കൂടെ കൂട്ടി ചേർത്ത് അലക്കേണ്ട ആവശ്യകത ഉണ്ടോ പോസ്റ്ററിൽ എന്നുള്ളതാണ്. അതൊരു ഗിമ്മിക്സ് അല്ലേ, ഒരു വൃത്തിയിട്ട പാറ്റേൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനി അത് ഏത് ഫാനെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അത് ആര് ചെയ്താലും അത് മോശമാണ്. ഇത് ചിലപ്പം ഒരുപാട് നടന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആര് ചെയ്താലും അതൊരു മോശം പ്രവണതയാണ്. തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ തിയേറ്ററിലേക്ക് തന്നെ. ഇപ്പം ലോക ഇത്ര കളക്ഷൻ കിട്ടി, വാഴ ഇത്ര കളക്ഷൻ കിട്ടി. അവരാരും ഈ പറഞ്ഞ പോലെ പോസ്റ്റർ അടിച്ച് പ്ലസ് ഞങ്ങളുടെ വേൾഡ് വൈഡ് ബിസിനസ് എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾക്ക് 300 കോടി അല്ലെങ്കിൽ 300 കോടി ലോക കിട്ടിയത് അതെല്ലാം കൂടെ കൂട്ടി 350 360 കോടി എന്ന് അടിച്ച് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും സൂപ്പറാണ് ആശീർവാദ് സിനിമാസ്, പരസ്യത്തിന്റെ തന്ത്രങ്ങളുടെ കാര്യത്തിലും എല്ലാം. പക്ഷെ ഇങ്ങനെയുള്ള ഈ പോസ്റ്റർ ഇങ്ങനെ അടിക്കുന്നതിൽ ഇച്ചിരി ഗിമ്മിക്സ് കാട്ടി, അത് ലൂസിഫർ മുതലേ ഉണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ. ലൂസിഫർ അത് പല സിനിമകൾക്കും ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഹൃദയപൂർവ്വമാണെങ്കിൽ ഈ കാലത്തൊക്കെ അത് ചെയ്യുന്ന ഇച്ചിരി മോശമാണ്. ഈ ഗിമ്മിക്സ് കാട്ടി ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊ അത് കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയും. ഇത് തള്ളു കളക്ഷൻ ആണെന്നല്ല പറഞ്ഞത്, പക്ഷെ ആൾക്കാരെ ഒന്നും പറ്റിക്കുന്നതായിട്ടൊരു ഫീൽ ഉണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക.